വിമാനയാത്രയ്ക്കിടെ കാണാതായ അർജന്റീന ഫുട്ബോൾ താരം എമിലിയാനോ സാലയുടെ അവസാന സന്ദേശം പുറത്തുവന്നു. വിമാനം കാണാതാകുന്നതിന് മുൻപ് തന്റെ മുൻ ക്ലബ് നാൻഡസിലെ സഹതാരങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും അയച്ചതാണ് ഈ സന്ദേശങ്ങൾ. വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടെന്നും തകരാൻ പോവുകയാണെന്നും സൂചിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് സാലെ അയച്ച സന്ദേശം. പേടിയാകുന്നുവെന്നും തന്നെ കണ്ടെത്താൻ ആരെയെങ്കിലും അവർ അയക്കുമോ എന്ന് അറിയില്ല എന്നും സന്ദേശത്തിൽ സാല പറയുന്നു. അർജന്റീനിയൻ മാധ്യമമായ ഓലെയാണ് സാലയുടെ വാട്സപ്പ് ഓഡിയോ പുറത്തുവിട്ടത്. താൻ യാത്ര ചെയ്യുന്ന ചെറുവിമാനത്തെക്കുറിച്ച് സാലയ്ക്ക് ആശങ്കയുണ്ടായിരുന്നതായി ആ ശബ്ദ സന്ദേശത്തിൽ നിന്ന് മനസ്സിലാക്കാം. 3 വാട്സപ്പ് ഓഡിയോകളാണ് പുറത്തു വന്നിട്ടുള്ളത്. ആദ്യത്തെ ഓഡിയോയിൽ താൻ മരിക്കാൻ പോവുകയാണെന്നും വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടെന്നും സാലെ പറയുന്നു. ഞാനിപ്പോൾ വിമാനത്തിൽ കാർഡിഫിലേക്ക് പോകുകയാണ്. ഈ വിമാനം ഇപ്പോൾ തകർന്നു വീഴുമെന്നാണ് തോന്നുന്നത്. ബോയ്സ്, നാളെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ പുതിയ ടീമിൽ പരിശീലനം ആരംഭിക്കും. സാലയുടെ രണ്ടാം ശബ്ദ സന്ദേശം ഇങ്ങനെയായിരുന്നു. മൂന്നാമത്തെ ശബ്ദ സന്ദേശത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നറിയില്ല. ഇനി എന്നെക്കുറിച്ച് വിവരമൊന്നും ലഭിക്കാൻ സാധ്യതയില്ല. രക്ഷപ്പെടുത്താൻ അവർ ആരെയെങ്കിലും അയക്കുമോ എന്നറിയില്ല. ഇനി അയച്ചാലും അവർക്ക് എന്നെ കണ്ടെത്താനാകണമെന്നില്ല. ഡാഡ്, നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് എത്രത്തോളം പേടിയുണ്ടെന്ന്. സാലയുടെ മൂന്നാമത്തെ സന്ദേശം ഇങ്ങനെ അവസാനിച്ചു. ഫ്രാൻസിലെ നാൻഡസിൽ നിന്ന് കാർഡിഫിലേക്കുള്ള യാത്രാമധ്യേ അൽഡേർണി ദ്വീപുകൾക്ക് സമീപമാണ് സാലെ സഞ്ചരിച്ച ചെറുവിമാനം അപ്രത്യക്ഷമായത്. തന്റെ പഴയ ക്ലബ്ബ് വിട്ട് പുതിയ ക്ലബ് കാർഡിഫ് സിറ്റിയോടൊപ്പം ചേരാനുള്ള യാത്രയിലായിരുന്നു സാലെ. സിംഗിൾ ടർബൻ എഞ്ചിനുള്ള പൈപ്പർ PA-46 മാലിബു ചെറുവിമാനമാണ് കാണാതായത്. ഇതിൽ സാലയെ കൂടാതെ പൈലറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. സാലയ്ക്കും പൈലറ്റിനും വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളം ടെലിവിഷൻ. സ്കൈ ഗോൾഡ്, കാലിക്കറ്റ് റോഡ്, പെരിന്തൽമണ്ണ.